ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 27th ചാപ്റ്റർ ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇതുവരെ കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് ആൽഡിഹൈഡ്സ്. നമ്മൾ CHO എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രൂപ്പ്സ് കഴിഞ്ഞ ചാപ്റ്റേഴ്സിനകത്ത് നമ്മൾ ഇടയ്ക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ആൽഡിഹൈഡ് ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ അതെന്താണ്, അതിനെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. സോ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്സ്, ഇതിന്റെ ഡെറിവേറ്റീവ്സും കൂടെ മൊത്തത്തിൽ ചേർന്നിട്ട് പറയുന്ന പേരാണ് കാർബോണിൽ കോമ്പൗണ്ട്സ് എന്ന് പറയും. സോ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ്സ്, അവരുടെ ഡെറിവേറ്റീവ്സും അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്താ പറയുന്നത്, കാർബോണിൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ഈ കാർബോണിൽ കോമ്പൗണ്ട്സിന്റെ നേച്ചർ എങ്ങനെയാണ്? അതിൽ കാർബോണിൽ കോമ്പൗണ്ട്സിൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാൻ പറ്റുന്നതാണ് കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ട്സ് ലൈക്ക് രണ്ട് കാർബണും ഓക്സിജനും എന്തായിരിക്കും? എപ്പോഴും sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഒരു കാർബോണിൽ ഗ്രൂപ്പിനകത്തുള്ള കാർബണും ഓക്സിജനും എപ്പോഴും എന്തായിരിക്കും? sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ കാർബോണിൽ ഡബിൾ ബോണ്ട്, ആ ഒരു ഡബിൾ ബോണ്ട് CO എന്ന് പറയുന്നതാണ് കാർബോണിൽ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നതാണ്. കാർബൺ ഓക്സിജനും തമ്മിലുള്ള ഡബിൾ ബോണ്ട് ആണ്. അതിനകത്ത് എന്താണ്, ഓരോ ബോണ്ടും എന്താണ്, ഒരു പൈ ബോണ്ടും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പൈ ബോണ്ട്സ് ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് അല്ലെ? അപ്പൊ അതിനകത്ത് ഒരു ഓ ബോണ്ടും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. ഇപ്പൊ കാർബോണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് സി ഡബിൾ ബോണ്ട് O എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് അവിടെ തന്നെ എന്താണ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് കാണിച്ചിട്ടുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണ്? ബോണ്ട് ഈസ് പോളാർ. ബോണ്ടിന് എന്താ പൊളാരിറ്റി ഉണ്ട്, അതായത് ഇലക്ട്രോണെഗറ്റിവിറ്റിയിലുള്ള ഡിഫറൻസ് കാരണം ബോണ്ട് പോളാർ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസും ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ കാർബൺ ആൻഡ് ഓക്സിജൻ ഓഫ് കാർബോണിൽ ഗ്രൂപ്പ് എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതേപോലെ തന്നെ കാർബോണിൽ ഡബിൾ ബോണ്ടിനകത്ത് എന്താണ്, ഒരു ഓ ബോണ്ടും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. ആ കാർബോണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? പോളറൈസ്ഡ് ആണ് അല്ലെ? ബോണ്ട് പോളാർ ആണ്, അതായത് കാർബണും ഓക്സിജനും എന്താണ്, ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് ആണ്. എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള ഡിഫറൻസ് വഴിയാണ് ആ പൊളാരിറ്റി ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഒരു നമുക്കൊരു 3D ഇമേജ് പോലത്തെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് കാർബൺ ഓക്സിജൻ തമ്മിൽ അല്ലെ? അപ്പം അവരുടെ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, പ്ലനാർ ആണ്, വിത്ത് ബോണ്ട് ആംഗിൾസ് ഓഫ് 120 ഡിഗ്രി. അതായത് പ്ലെയിനിലായിട്ട് നമുക്ക് അവരെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും, പ്ലനാർ ആണ്. അപ്പം ഓർബിറ്റൽ ഓവർലാപ്പ് വന്നിട്ട് എങ്ങനെയാണെന്നും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർബിറ്റൽ ഓവർലാപ്പ് വരുമ്പം അതെങ്ങനെയാണ് ലോൺ പേഴ്സണും ബോണ്ടറീസിനും ഒക്കെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പം അതാണ് പുതിയ അതായത് sp2 ഹൈബ്രിഡൈസേഷന് ശേഷം അതാണ് ഓർബിറ്റൽ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ടാണല്ലോ ഹൈബ്രിഡൈസ്ഡ് ആവുന്നത്. അങ്ങനെ sp2 ഹൈബ്രിഡൈസേഷന് ശേഷം പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവുന്നതിന്റെ സ്ട്രക്ചർ എന്താണ്, നമുക്ക് അവിടെ ആ റെഡും ബ്ലൂവും എന്താണ് അതിന്റെ പ്ലെയിൻസ് മാറുന്നത് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഇവരുടെ നോമൻക്ലേച്ചർ, നെയിമിങ് അല്ലെ? നമ്മൾ ഏത് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്താലും നമ്മൾ അതിന്റെ നെയിമിങ് പഠിക്കുന്നുണ്ട്. സോ അതിന്റെ സ്ട്രക്ചർ നമുക്ക് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതെന്താണ്, ഫസ്റ്റ് നമ്മൾ IUPAC നെയിം കൊടുക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് നെയിം എപ്പോഴും നമ്മൾ ആൽക്കേനി എന്നായിരിക്കും എടുക്കുന്നത് അല്ലെ? അപ്പം ഫസ്റ്റ് റൂട്ട് വരുന്നത് എപ്പോഴും എങ്ങനെയാണ്? ആൽഡിഹൈഡിന്റെ നെയിം ആയിരിക്കും. നമ്മൾ ആൽഡിഹൈഡ്സിനെ നെയിം ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ റൂട്ട് നെയിം വരുന്നത് എവിടെ നിന്നായിരിക്കും? ആൽഡിഹൈഡിന്റെ നെയിം ആയിരിക്കും. അപ്പൊ ഒരു മീഥെയിൻ ആണ്, അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിനെ നമ്മൾ മെഥൻ ആൽ എന്നിടും. ഓക്കെ, AL ചേർത്തിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ആൽഡിഹൈഡിന്റെ നെയിം ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇതിന്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം അതിനകത്തില് കാൽഡിഹൈഡ്സ് എപ്പോഴും വരുമ്പോൾ എന്താണ്, ഇപ്പൊ മീഥേൻ ആണെങ്കിൽ മെഥനാൽ AL ചേർത്താണ് നമ്മൾ പറയുന്നത്. അപ്പം ഫസ്റ്റ് IUPACനെയും നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. കോമൺ നെയിം ഉണ്ട്. സോ കോമൺ നെയിം എങ്ങനെയാണ്, റൂട്ട് നെയിംസ് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? റിലേറ്റഡ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ഏതാന്ന് നോക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ റൂട്ട് നെയിം എടുക്കുന്നത്. നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്സിന്റെ കോമൺ നെയിംസ് നോക്കിയിട്ട് അതിന്റെ റൂട്ട് നെയിമിൽ നിന്നാണ് നമ്മൾ കോമൺ നെയിം ഓഫ് ആൽഡിഹൈഡ് എടുക്കുന്നത്. IUPAC നെയിം എവിടെ നിന്നാണ് എടുക്കുന്നത്? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീനിൽ നിന്നാണ് എടുക്കുന്നത്. സോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? അപ്പം റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, CH അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് വരും, മെഥനാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? CH3 ചേർന്നിട്ട് വരുമ്പോൾ എന്താണ്, ആ ഒരു സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ മെഥനാലിന് എഴുതാനായിട്ട് പറ്റും. അത് ഒറ്റ കാർബണേ ഉള്ളെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, മെഥനാലിന് എഴുതാം. അപ്പം കോമൺ നെയിം നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് നെയിം ആൽഡിഹൈഡിന്റെ നെയിം ആണല്ലോ, അപ്പൊ അതെങ്ങനെ നമുക്ക് എഴുതും? ഫോമിക് ആസിഡ് ആണ് ഒറ്റ കാർബൺ വെച്ചിട്ട് വരുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാൻ പറ്റും, ഫോർമാൽഡിഹൈഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ആൽഡിഹൈഡിന്റെ നെയിമാണ്. മറ്റത് മെഥൻ ആൽ എന്ന് നമ്മൾ കൊടുക്കുകയാണ് UPACന്. കോമൺ നെയിമിനകത്ത് എപ്പോഴും എന്താണ്, ആൽഡിഹൈഡ് ആണ് എന്ന് നമ്മൾ മറ്റേ ഈഥർ ഒക്കെ പറയുന്ന പോലെ തന്നെ ലാസ്റ്റിൽ എന്താണ്, ആൽഡിഹൈഡ് എന്ന് തന്നെ ചേർന്ന് വരും. സോ ഫോമിക് ആസിഡിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് നമ്മൾ ആ കോമൺ നെയിം എങ്ങനെ എഴുതും? ഫോർമാൽഡിഹൈഡ് എന്ന് എഴുതും. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എന്താണ്, രണ്ട് കാർബൺ വരുമ്പോൾ നമുക്ക് എഥനാൽ എന്ന് പറയാം. അത് രണ്ട് കാർബൺ വരുന്നത് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് അല്ലെ? CH3COOH. അപ്പൊ അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? അസറ്റിക് ആസിഡിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് അസറ്റാൽഡിഹൈഡ് നമുക്ക് എഴുതാനായിട്ട് പറ്റും.
അതേപോലെ തന്നെ ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് നമുക്ക് നേരത്തെ നമ്മൾ അരയിൽ കോമ്പൗണ്ട്സ് പഠിച്ചു രണ്ടെണ്ണം. അതിന്റെ ശേഷം നമ്മൾ എന്താണ് ഒരു ബെൻസീൻ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പം ആ ഒരു ബെൻസീൻ സ്ട്രക്ചറിനകത്തും നമുക്ക് എങ്ങനെ എഴുതാം? ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് അല്ലെ, അതൊരു അരോമാറ്റിക് കോമ്പൗണ്ടാണ്. ബെൻസീൻ കാർബോക്സിലിക് ആസിഡിനകത്തും നമുക്ക് എങ്ങനെ എഴുതാം? ബെൻസീൻ കാർബാൽഡിഹൈഡ് എന്ന് എഴുതാൻ പറ്റും. ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് ആണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ആ ഒരു ആൽക്കെയിൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് അതിന്റെ UPAC നെയിം എങ്ങനെ എഴുതാം? ആൽഡിഹൈഡിന്റെ നെയിം ബെൻസീൻ കാർബാൽഡിഹൈഡ് എന്ന് എഴുതാൻ പറ്റും. റൂട്ട് നെയിം ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് ആണ്. അതിന്റെ നമ്മൾ കറസ്പോണ്ടിങ് ആൽഡിഹൈഡിന്റെ നെയിം എങ്ങനെയാണ്? ബെൻസീൻ കാർബാൽഡിഹൈഡ് എന്ന് എഴുതാൻ പറ്റും. ഇനി കോമൺ നെയിം എങ്ങനെ എഴുതാം? റൂട്ട് നെയിം എന്ന് പറയുന്നത് എന്താണ്? ബെൻസോയിക് ആസിഡ് ആണ്. റിലേറ്റഡ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ഏതാ? ബെൻസോയിക് ആസിഡ്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് ആൽഡിഹൈഡ് നെയിം എങ്ങനെ എഴുതാം? ബെൻസ് ആൽഡിഹൈഡ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി എഴുതുന്നത്. ഈ ബെൻസിൻ കാർബോക്സിലിക് ആസിഡിന് മാത്രമാണ് ഇപ്പൊ UPSC നെയിം നോക്കുമ്പോൾ എന്താണ് അതിനകത്ത് ഒരു AL ചേർന്ന് വരാതെ ബെൻസിൻ കാർബാൽഡിഹൈഡ് എന്ന് തന്നെ ആൽഡിഹൈഡ് എന്ന് തന്നെ ചേർന്ന് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില കോമ്പൗണ്ട്സിൽ മാത്രം എന്താണ് ഒരു ഡിഫറൻസ് വരാറുള്ളത്. നെക്സ്റ്റ് എന്താണ്, നമ്മളിപ്പം ആൽഡിഹൈഡിന്റെ നോമൻക്ലേച്ചർ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് കീറ്റോൺസിന്റെ നോമൻക്ലേച്ചർ പഠിക്കാം. സോ കീറ്റോൺസ് എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്? ആൽക്കനോൺസ് എന്നാണ് നമ്മൾ അതിനെ നെയിം ചെയ്യുന്നത്. UPSC നോമൻക്ലേച്ചറിൽ നമ്മൾ കീറ്റോൺസിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്? ആൽക്കനോൺ എന്നാണ്. ആൽക്കനോൺ കീറ്റോൺ എന്നുള്ള പോലെ തന്നെ ആൽക്കനോൺ എന്നാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. സോ അവരുടെ നെയിം നമുക്ക് എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് എങ്ങനെ കിട്ടാൻ പറ്റും? അവരുടെ ഫൈനൽ മാറ്റിയിട്ട് ONE ചേർത്താൽ മതി അല്ലെ. ഇപ്പം നമ്മൾ പ്രൊപ്പെയിൻ എന്നാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ഏറ്റവും ലാസ്റ്റുള്ള പ്രൊപ്പെയിന്റെ എന്നുള്ളതിന്റെ മാറ്റിയിട്ട് ONE ചേർത്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? അവരുടെ നമുക്ക് പേര് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ പ്രൊപ്പെയിൻ ആണെങ്കിൽ പ്രൊപ്പനോൺ എന്നാവും. ഓക്കെ. ബ്യൂട്ടൈൻ ആണെങ്കിൽ ബ്യൂട്ടനോൺ എന്നാവും. ഓക്കെ. ഇപ്പം ഹെക്റ്റൈൻ ആണെങ്കിൽ ഹെക്ടനോൺ എന്നാവും. അപ്പം ലാസ്റ്റിലുള്ള മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി? ONE ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺസിന്റെ പേര് കിട്ടും. സോ അസറ്റോണിന്റെ പ്രൊപ്പനോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്യൂട്ടൈൻ ടു ONE അതാണ് ഈഥൈൽ മീഥൈൽ കീറ്റോൺ. നമുക്കത് അങ്ങനെ എന്താണ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സൈക്ലോഹെക്സൈൻ എന്നുള്ളത് സൈക്ലോഹെക്സനോൺ ആവും. പെന്റനോൺ എന്നുള്ളത് എന്താണ്? പെന്റീൻ എന്നുള്ളത് പെന്റനോൺ ആവും. ഡൈഥൈൽ കീറ്റോൺ നമുക്ക് ആ ഒരു കോമൺ നെയിമും കൂടി എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് അസിറ്റോഫീനിൻ ലൈക് ഫീനോൾ എന്നുള്ളതിന് നമുക്ക് അസിറ്റോഫീനോൺ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ എന്താ ലാസ്റ്റിൽ ആ ഒരു എന്താണ് മാറ്റിയിട്ട് നമുക്ക് ONE ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി എന്താണ് കീറ്റോൺസിന്റെ IUPAC നെയിം നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ആൽഡിഹൈഡും ആൽഡിഹൈഡ് കീറ്റോൺസ് നമ്മൾ ഒരു സെക്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് വേറൊരു സെക്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം മൊത്തത്തിലെ വിഷയമെല്ലാം നമുക്ക് എന്താണ് കാർബോണിൽ ഗ്രൂപ്പ്സ് എന്ന് തന്നെ പറയാൻ പറ്റും. സോ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത് ആൽഡിഹൈഡിന്റെയും കീറ്റോൺസിന്റെയും? ഫസ്റ്റ് എന്താണ് പ്രൈമറി ആൽക്കഹോൾസിനെയും സെക്കൻഡറി ആൽക്കഹോൾസിനെയും എന്ത് ചെയ്യാം? ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും? ആൽഡിഹൈഡും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പം ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് CHO ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചർ അതിലൊക്കെ കാണാം അല്ലെ. എന്താണ് CHO ആണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം RCH2OH നിന്ന് നമ്മൾ എങ്ങനെയാ ഓക്സിഡൈസ് ചെയ്യുന്നത്? ക്രോമിയം ഓക്സൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. CrO3 എന്നുള്ള ഇത് കോമ്പൗണ്ട് കൊടുത്തിട്ട് ഓക്സിഡൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? RCHO എന്നാവും. അപ്പൊ പ്ലസ് എന്താണ്? ഒരു H2O അതെന്ത് ചെയ്യും? അങ്ങ് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ. അപ്പൊ RCHO ആണെന്നും ആ ഒരു CHO എന്നുള്ളതിനകത്ത് നിന്ന് H2O അതെന്ത് ചെയ്യും? അതങ്ങ് റിമൂവ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് എന്താണ് RCHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കീറ്റോൺസ് ആണെങ്കിലോ RCH R-OH ആണ് അല്ലെ. രണ്ട് സൈഡിലും എന്താണ് ഓരോ അരയിൽ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ CrO3 ചെയ്യുമ്പോൾ എന്താണ് RCR-O എന്ന് വരും. അപ്പൊ അതിനകത്ത് നിന്നും എന്താണ് H2O അത് റിമൂവ് ചെയ്ത് കളയും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആൽഡിഹൈഡും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യുന്നത് ഓക്സിഡേഷൻ മെത്തേഡ് വഴി. വേറൊരു മെത്തേഡാണ് ഓസനോളിസിസ്. ആൽക്കീനുകളെ ഓസനോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡും കീറ്റോൺസും നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം RCHO അതായത് ഒരു സിമെട്രിക്കൽ കോമ്പൗണ്ട് ആണ്. ഓക്കെ. അപ്പൊ അതിനെ നമ്മൾ ഓസനോളിസിസ് ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? O3 ആണ്. ഓക്സിജൻ O3 വേരിയന്റ് ആണ് നമ്മൾ ഓസോൺ എന്ന് പറയുന്നത്. അപ്പം അതും അതേപോലെ തന്നെ സിങ്കും H2O കൂടെ വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2RCHO ആൽഡിഹൈഡ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് ബെൻസീനിൽ CHO ചേരുന്ന അരോമാറ്റിക് കോമ്പൗണ്ടും കൊടുത്തിട്ടുണ്ട്. അതെന്താണ് ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറും. പ്ലസ് ബെൻസാൽഡിഹൈഡും പ്ലസ് സൈക്ലോഹെക്സനോണുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ആൽഡിഹൈഡും കിട്ടും കീറ്റോണും കിട്ടും. രണ്ടും നമുക്ക് ഒരു റിയാക്ഷനിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബെൻസാൽഡിഹൈഡും സൈക്ലോഹെക്സനോണും. ഓക്കെ. ലാസ്റ്റിൽ O വരുന്നതാണ് സൈക്ലോഹെക്സനോൺ. CHO വരുന്നത് എന്താണ്? ആൽഡിഹൈഡ് ആണ്. ഓസനോളിസിസ് ഓക്സിഡേഷൻ. നെക്സ്റ്റ് ഒരു മെത്തേഡ് ആണ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെപ്പോഴും ലൈക്ക് വാട്ടർ H2O ആഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. ഇപ്പൊ ആൽക്കീൻ അതിൽ നമ്മൾ എന്താണ് HG മെർക്കുറി H+
H2O അത് ചേർത്തിട്ട് നമുക്ക് എന്താണ് കീറ്റോൺ ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറി സ്റ്റെപ്പാണ്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് കാണിച്ചിരിക്കുന്നത്. അതിന് ഇടയ്ക്ക് വരുന്ന ഒരു ഫോം ആണ്, ആ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പാണ് എപ്പോഴും നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. ഇടയ്ക്ക് ഒരു സ്റ്റേജിൽ അത് നിൽക്കും, ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ അങ്ങനെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ആൽക്കെയിൻ ചെയ്തു. അതേപോലെ തന്നെ ആൽക്കെയിനകത്തിൽ നമുക്ക് വേറെ കോമ്പൗണ്ട്സ് വഴി നമുക്ക് എന്താണ് നമ്മൾ അതിനകത്തില് ലൈക്ക് രണ്ട് സ്റ്റെപ്പുകൾ വഴിയാണ് അത് എന്തായിട്ട് മാറുന്നത്, ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നത്. ആൽക്കൈൻ കീറ്റോൺ ആവാൻ ഒരു സ്റ്റെപ്പേ വരുന്നുള്ളൂ. ആൽഡിഹൈഡ് ആവാൻ എന്താണ് അതിനകത്തിൽ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റിൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ഓക്സിഡേഷൻ, ഓസോണോളിസിസ്, ഹൈഡ്രേഷൻ, ഈ മൂന്നെണ്ണം പറഞ്ഞതിനേക്കാളും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഫ്രിഡൽ ക്രാഫ്റ്റ് തന്നെ നമ്മൾ പല ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. അപ്പൊ ഏത് ഫ്രിഡൽ ക്രാഫ്റ്റ് ഏത് ചാപ്റ്ററിലെയാണ് എന്നുള്ളതൊക്കെ എന്താണ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ ഫ്രിഡൽ ക്രാഫ്റ്റ് നമ്മൾ എന്താണ് അസൈലേഷൻ ആണ് ചെയ്യുന്നത്. സോ അരോമാറ്റിക് കീറ്റോൺസിനെ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് എന്താണ് ബെൻസീൻ സ്ട്രക്ചറിൽ കീറ്റോൺ സ്ട്രക്ചർ ചേർന്ന് വരുന്ന പോലെ തന്നെ അരോമാറ്റിക് കീറ്റോൺസിനെ നമുക്ക് എങ്ങനെയാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലെങ്കിൽ ആൽക്കനോയിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷന്റെ സിംഗിൾ നെയിം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ആൽക്കനോയിലേഷൻ എന്ന് പറയും. ആ റിയാക്ഷൻ വഴി നമുക്ക് എന്താണ് അരോമാറ്റിക് കീറ്റോൺസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ CH3O, ബെൻസീനയിൽ CH3O വരുന്നു. അപ്പൊ അതിനെ നമ്മൾ എന്താണ് കുറച്ച് റിയേജൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് CHO, ആ സ്ട്രക്ചറിൽ എന്താണ് CO ചേർന്നിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് അരോമാറ്റിക് കീറ്റോൺ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും എന്താണ് ഓരോ കോമ്പൗണ്ട് ആയിട്ട് അപ്പൊ അത് കീറ്റോൺ ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലെങ്കിൽ ആൽക്കനോയിലേഷൻ വഴി നമുക്ക് എന്താണ് അരോമാറ്റിക് കീറ്റോൺസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ലോവർ മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പീരിയോഡിക് ടേബിളിൽ ലോവർ പീരിയോഡിക് നമ്പേഴ്സിലുള്ള ആൾക്കാര്, അവർക്ക് അങ്ങനെയുള്ള ആൽഡിഹൈഡ്സിനൊക്കെ എന്താണ് യൂഷ്വലി അൺപ്ലസന്റ് സ്മെല്ലാണ്. അതായത് എന്താണ് അവരുടെ സ്മെൽ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അത്ര നല്ല മണമായിട്ടൊന്നും തോന്നത്തില്ല, അൺപ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ആൻഡ് അപ് ടു 11 മെമ്പേഴ്സ് ദേ ആർ ലിക്വിഡ്സ്. അപ്പം ചെറിയ നമ്പേഴ്സ് 1, 2, 3 അങ്ങനെയുള്ളവരാണ് ഈ അൺപ്ലസന്റ് സ്മെല്ലുള്ളവര്. അതേപോലെ 11ാമത്തെ മെമ്പർ വരെ എന്താണ് അവർ ലിക്വിഡ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് ലോവർ മെമ്പേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്ക് അൺപ്ലസന്റ് സ്മെല്ലും ആയിരിക്കും. 11 വരെ ആ ഒരു ലോവർ കാറ്റഗറിയിലുള്ളവർ എന്താണ് ലിക്വിഡ്സും ആയിരിക്കും. സോലിബിലിറ്റി എങ്ങനെയാണ്, ആൽഡിഹൈഡ് കൂടുതലും പോളാർ നേച്ചർ ആണ് അല്ലെ, നമ്മൾ കണ്ടായിരുന്നു കാർബണും ഓക്സിജനും ആ ഒരു ബോണ്ട് എന്താണ് പൊളാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. സോ അതേപോലെ തന്നെ ആൽഡിഹൈഡ്സ് എന്താണ് ഇപ്പൊ പോളാർ ആണ്. കീറ്റോൺസിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് പ്രസന്റ് ആണ് അല്ലെ. കീറ്റോൺസിൽ നമ്മൾ എപ്പോഴും പറഞ്ഞായിരുന്നു എന്താണ് നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ എന്താണ് ഇപ്പം ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ വഴി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് രണ്ട് സൈഡിൽ എന്താണ് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ അതിനോട് അറ്റാച്ച് ചെയ്ത് വരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്താണ്, ബിക്കോസ് കീറ്റോൺസിനെക്കാട്ടിലും ഇപ്പൊ എന്താണ് ആൽഡിഹൈഡ്സ് ആണ് കൂടുതൽ പോളാർ നേച്ചർ ഉള്ളത്. ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ് അവരുടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ബോയിലിംഗ് പോയിന്റ് ഈസ് ഓൾവേസ് മോർ ഫോർ പോളാർ കോമ്പൗണ്ട്സ്. പോളാർ കോമ്പൗണ്ട്സിനായിരിക്കും എന്ത് വരുന്നത് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത് അല്ലെ. ബിക്കോസ് എന്താണ് കീറ്റോൺസ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ്സ് ദാൻ ആൽഡിഹൈഡ് ബിക്കോസ് ഓഫ് മോർ പൊളാരിറ്റി. അപ്പൊ നമ്മൾ ആൽഡിഹൈഡ്സിന് നമ്മൾ പറഞ്ഞു പൊളാർ നേച്ചർ ഉണ്ട്, കീറ്റോൺസിനകത്തിൽ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് കുറച്ചും കൂടെ പൊളാരിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആൽഡിഹൈഡിനേക്കാളും കൂടുതൽ പൊളാരിറ്റി കൂടുതൽ ആർക്കാണ് കീറ്റോൺസിന്. അപ്പൊ അതുകൊണ്ട് കീറ്റോൺസിനായിരിക്കും എന്തെന്ന് പറയുന്നത് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. ആ രണ്ട് ഗ്രൂപ്പിനെ അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ രണ്ട് ബോണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ആർക്കാണ് കീറ്റോൺസിനാണ് കൂടുതലുള്ള ആൽഡിഹൈഡിനെക്കാളും. ഇനി ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും റിയാക്ഷൻസ് എങ്ങനെയാണ്. സോ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ. നമ്മൾ നേരത്തെ ഇലക്ട്രോഫിലിക് അഡീഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ആൽഡിഹൈഡും കീറ്റോണും എപ്പോഴും എങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. അതായത് മോണോഹൈഡ്രിക് ആൽക്കഹോൾസുമായിട്ട് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ചെയ്തിട്ട് ഹെമി അസറ്റാൾസ് ഫോം ചെയ്യുന്നതാണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും യൂഷ്വലി റിയാക്ഷൻസ് ചെയ്യാറുള്ളത്. അപ്പൊ ആ ഒരു റിയാക്ഷനിൽ എങ്ങനെയാണ് ഈ കാർബോണിൽ ഓക്സിജന് ഇറ്റ് ഈസ് പ്രോട്ടോണേറ്റഡ് ബിഫോർ ദ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ആൽക്കഹോൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ലൈക് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ ലൈക് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഈ ആൽക്കഹോളുമായിട്ട് ഈ ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ അല്ലെങ്കിൽ ആ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ എന്താണ് കാർബോണിൽ ഓക്സിജൻ എന്താണ് പ്രോട്ടോണേറ്റ് ചെയ്യും. ഓക്കെ, അതായത് H+നെ എന്ത് ചെയ്യണം നമ്മൾ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്, അതാണ് പ്രോട്ടോണേറ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോഫിലിക് ആൽക്കഹോൾ ഈസ് നൗ ഡീപ്രോട്ടോണേറ്റഡ് ടു ഫോം ദ ഹെമിഅസെറ്റാൽ. അപ്പൊ അങ്ങനെ ഡീപ്രോട്ടോണേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പ്രോട്ടോനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഹെമിഅസെറ്റാൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ എന്താണ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലൈക് പ്രോട്ടോണേറ്റ് ചെയ്യുന്നത്.
ഇപ്പൊ ന്യൂക്ലിയോഫിലിക് ആൽക്കഹോൾ അപ്പൊ എന്തായിരിക്കും അവിടെ ഡീപ്രോട്ടോണേറ്റഡ് ആയിരിക്കും, ഹെമിയസെറ്റാൽ ഫോം ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ആ ഒരു റിയാക്ഷൻ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്താണ് സയനോ ഹൈഡ്രൻസിന്റെ ഫോർമേഷൻ. സോ കാർബോണിൽ കോമ്പൗണ്ട്സ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ടു yield സയനോ ഹൈഡ്രൻസ്. ഇപ്പം ഹൈഡ്രജൻ സയനൈഡുമായിട്ട് ചേർന്നിട്ടാണ് സയനോ ഹൈഡ്രൻസ് കാർബോണിൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെയും എന്താണ് ഇക്വേഷൻസ് നോക്കുക. പ്രൊപ്പനോൺ എന്താണ് സയനോ ഹൈഡ്രൻ ആയിട്ട് മാറുന്നു. ഫോർമേഷൻ ഓഫ് ഹെമിയസെറ്റാൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഹെമിയസെറ്റാൾസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് ആണല്ലോ ഇതെല്ലാം. ഇപ്പം എഥനാലും മെഥനോളും കൂടെ ചേർന്നിട്ട് എന്താണ് HCl പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെമി അസെറ്റാലും അതേപോലെ തന്നെ എന്താണ് അസെറ്റാലും ഫോം ചെയ്യുന്നുണ്ട്. ഒരു ഹെമി അസെറ്റാലും അതേപോലെ തന്നെ ഒരു അസെറ്റാലും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഏതാണ് ഒന്ന് ഹെമി അസെറ്റാലും ഒന്ന് അസെറ്റാലും കൂടെ. പിന്നെ ആൽക്കഹോൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX നമ്മൾ ഓൾറെഡി നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് ആൽഡിഹൈഡ്സ് ആയിട്ടും കീറ്റോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് തരും, ആൽക്കഹോൾസ് തരും. സോ ബേസിക്കലി ആ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താണ് നമുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അത് ബേസിക്കലി ആൽഡിഹൈഡ്സ് ആയിട്ടും കീറ്റോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ തരുന്നത്, ആൽക്കഹോൾസിനെ തരും. ഓക്കെ, സോ ഫസ്റ്റ് ഇപ്പൊ ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡും മെഥനാലും കൂടെ ചേരാണ് അല്ലെ, ആൽഡിഹൈഡ് ആയിട്ട് മെഥനാൽ എന്താണ് ആൽഡിഹൈഡ് ആണ്. അങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഒരു പ്രൈമറി ആൽക്കഹോളിനെ തരും. അതുപോലെ തന്നെ ഇഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡിനോട് എഥനാൽ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു സെക്കൻഡറി ആൽക്കഹോൾ തരുന്നത്. എത്ര കാർബൺ ഉണ്ടെന്നനുസരിച്ചാണ് പ്രൈമറി ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോൾ ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് എപ്പോഴും എന്താണ് ഇഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ആണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ്. RMgX ആണ്. ഒരു അറൈൽ ഗ്രൂപ്പ് ഉണ്ട് CH3CH2 കണ്ടോ, അതാണ് ആ ഒരു R എന്ന് പറയുന്ന ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ Mg എന്ന് പറയുന്നത് മഗ്നീഷ്യം, പിന്നെ X എന്ന് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു ഹാലജൻ, അതാണ് ഇവിടെ ബ്രോമൈഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ മഗ്നീഷ്യം ബ്രോമൈഡ് മെഥനാലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രൈമറി ആൽക്കഹോൾ തരുന്നു. അത് എഥനാലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡറി ആൽക്കഹോൾ തരും. അതാണ് ഫോർമേഷൻ ഓഫ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊപ്പനോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഒരു പ്രൊപ്പനോൺ എന്ന് പറയുന്നത് എന്താണ് ഒരു കീറ്റോൺ ആണ്. മറ്റേ രണ്ടും എന്താണ് മെഥനാൽ എഥനാൽ എന്താണ് ആൽഡിഹൈഡ് ആണ്. അതേപോലെ തന്നെ കീറ്റോൺസുമായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് എന്ത് തരും, അത് നമുക്ക് ആൽക്കഹോൾ തരാറുണ്ട്. അപ്പം ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് പ്രൊപ്പനോണുമായിട്ട് ചേർന്നിട്ട് എന്താണ് ഒരു ടെറിഷ്യറി ആൽക്കഹോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം അതിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. പിന്നെ നമുക്ക് എന്താണ് അഡീഷൻ എലിമിനേഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് കണ്ടു. നെക്സ്റ്റ് ആണ് അഡീഷൻ എലിമിനേഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ റിയാക്ഷൻസ് എന്ന് പറയും. സോ റിയാക്ഷൻ വിത്ത് അമോണിയയും അതിന്റെ ഡെറിവേറ്റീവ്സ്. അമോണിയ അതിന്റെ NH3 അല്ലെ, അല്ലെങ്കിൽ NH3ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് NH2 അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർന്ന് വരുന്നത്. ഒരു H മാറ്റി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതാണ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു H മാറ്റി വേറൊരു കോമ്പൗണ്ട് ആഡ് ചെയ്ത് അതിന്റെ അതുമെല്ലാം എന്താണ് അമോണിയന്റെ തന്നെ ഡെറിവേറ്റീവ്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ സിയോ ബോണ്ട് ഉണ്ട്. NH2 Z കൊടുത്തിട്ടുണ്ട്. Z എന്ന് പറയുന്നത് എന്താണ് ആൽക്കൈൽ ആവാം, അരയിൽ ആവാം, OH ആവാം, NH2 ആവാം, C6H5NH ആവാം, NHCO NH2 ആവാം, ഏത് ഗ്രൂപ്പ് വേണേലും ആവാം. അതാണ് Z എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ റിയാക്ഷൻ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലസിന് ശേഷം എന്താ കിടക്കുന്നത് NH2Z ആണ്. അതിനെയാണ് നമ്മൾ Z എന്ന് പറയുന്നത് ഇതെല്ലാം ആവാം എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, CnZn പ്ലസ് H2O എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതാണ് അമോണിയമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡീഓക്സിജനേഷൻ റിയാക്ഷൻ, ഇത് രണ്ടും എന്താണ് നെയിംഡ് റിയാക്ഷൻസ് ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഡീഓക്സിജനേഷൻ റിയാക്ഷൻസ് ഓഫ് എന്താണ് ആൽഡിഹൈഡ്സിന്റെ വരുന്നത്. അപ്പം എന്താണ് നമുക്ക് വൂൾഫ് കിഷ്ണർ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. CO ബെൻസീൻ COCH3 ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് നമ്മൾ എന്താണ് റിയേജൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈഥൈൽ ബെൻസീൻ നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്ലെമൻസൻ റിഡക്ഷനും ഉണ്ട്, വൂൾഫ് കിഷ്ണർ റിഡക്ഷനും ഉണ്ട്. ഡിയോക്സിജനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടും റിഡക്ഷൻ ആണ് അല്ലെ, ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്സിജൻ ആഡ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ, ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പറയുന്നത് എന്താണ് റിഡക്ഷൻ ആണ് അല്ലെ. ഇപ്പൊ ഡിയോക്സിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് രണ്ടും എന്താണ് റിഡക്ഷൻ ആയിരിക്കും. അതാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷനും ക്ലെമൻസൻ റിഡക്ഷനും. ക്ലെമൻസൻ റിഡക്ഷനകത്തിൽ എന്താ ചെയ്യുന്നത്, ഹെപ്റ്റനാലിനെ, ഹെപ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അവിടെ അറിയാം ലൈക്ക് എത്ര കാർബൺ ഉണ്ടെന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ഹെപ്റ്റീൻ ഉള്ളത് കൊടുക്കുന്നത്. അപ്പൊ ഹെപ്റ്റനാലിനെ എന്താണ് ഹെപ്റ്റീൻ ആക്കി മാറ്റുന്നു. അതാണ് അവിടുത്തെ ആ ഒരു ലൈക്ക് ഒരു 7 കാർബൺ ഉണ്ടാവും അവിടെ. ലൈക്ക് നമുക്ക് എണ്ണി നോക്കി അറിയാം 7 കാർബൺ ഉണ്ടാവും. അപ്പൊ ഹെപ്റ്റനാലിനെ ഹെപ്റ്റീൻ ആക്കി മാറ്റുന്ന റിഡക്ഷൻ ആണ് ഡിയോക്സിജനേഷൻ നമ്മൾ എന്ന് പറയുന്നത് ക്ലെമൻസൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ എന്താണ് തെറ്റാതെ അതേപോലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നുള്ളതാണ് ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. നമ്മളിപ്പം അഡീഷൻ എലിമിനേഷൻ റിയാക്ഷൻ പറഞ്ഞു, ഡിയോക്സിജനേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ റിഡക്ഷൻ പറഞ്ഞു, ന്യൂക്ലിയോഫിലിക് അഡീഷൻ പറഞ്ഞു. ഇനിയാണ് ഓക്സിഡേഷൻ. അപ്പം കീറ്റോൺസ് പോലല്ലാതെ
ആൽഡിഹൈഡ്സ് എന്താണ് ഈസിലി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. കീറ്റോൺസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഈസിലി നമുക്ക് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ കീറ്റോൺസിനെ പോലല്ല ആൽഡിഹൈഡ്സ് എന്താണ് നമുക്ക് ഈസിലി ഓക്സിഡൈസ് ചെയ്യാം. ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് എന്താണ് കാർബോക്സിലിക് ആസിഡ്സ് ആയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പം പല ഓക്സിഡൈസിങ് ഏജന്റ്സ് റിയേജന്റ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. സോ നമുക്ക് RCHO അതാണല്ലോ ആൽഡിഹൈഡ്. അപ്പോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓക്സിഡേഷൻ ആണ്. RCOOH ആയിട്ട് മാറ്റും. അതാണ് എന്റെ ജനറൽ ഇക്വേഷൻ. ആൽഡിഹൈഡ് ടു കാർബോക്സിലിക് ആസിഡ്, RCHO ടു RCOOH. COH വരുന്നതെല്ലാം എന്താണ് കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പം ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റും. ഇപ്പൊ ടോളൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്താ ആൽഡിഹൈഡ് നമുക്ക് എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് RCOH ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഫിലിങ്സ് ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. RCOO റെഡിനകത്ത് എന്താണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ് RCOO ആണ്. RCOO എന്ന് പറയുമ്പോൾ എന്താണ് അത് നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ ഇതാണ് വരുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ റിയാക്ഷൻസ് അറ്റ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജനെ നമ്മൾ എന്താണ് ആൽഫ പൊസിഷനിലുള്ള ലൈക്ക് ആ ഒരു ഹൈഡ്രജനെ നമ്മൾ റിയാക്ഷൻസ് ചെയ്തിട്ട് എന്താണ് അതിനകത്തുള്ള ഒരു എനലൈറ്റ് അയോൺ ഫോം ചെയ്യുന്നുണ്ട്, ഒരു എനലൈറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ലാസ്റ്റിൽ നമുക്ക് എന്താണ് ഒരു ഈനോൾ ആയിരിക്കും നമുക്ക് അതിനകത്ത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ വേറൊരു റിയാക്ഷൻ ആണ് ഹാലജനേഷൻ റിയാക്ഷൻസ്. നമ്മൾ ഹാലജനേഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യുന്നതാണെങ്കിൽ ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഹാലജൻ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ എക്സ് ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് എന്താണ് ഹാലജൻ ആണ്. X2 എന്താണ് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം, Cl2Br2I2 ഇതിൽ ഏതാവാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ H+ അല്ലെങ്കിൽ OH- നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ആൽഫ ഹാലോ പ്രോഡക്റ്റ് വരും. അതായത് ആൽഫ പൊസിഷനിലുള്ളതിൽ നമുക്ക് എന്താണ് ഒരു ഹാലോജൻ ആഡ് ചെയ്യാൻ പറ്റും. അവിടെ എക്സ് എവിടെ വന്നിരിക്കുന്ന ആൽഫ പൊസിഷനിലുള്ള കാർബണിലല്ലേ ആ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ അല്ലേ നമുക്ക് ആ ഒരു എക്സ് വന്നിരിക്കുന്നത്, ഹാലജൻ വന്നിരിക്കുന്നതാണ് ഒരു ആൽഫ ഹാലോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു റിയാക്ഷൻ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ ആൽഡിഹൈഡ്സിന് എന്താണ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഓൺ റിയാക്ഷൻ വിത്ത് ഡൈല്യൂട്ട് NaOH ഗിവ് ആൽഡോൾസ്. അപ്പം ആൽഫ ഹൈഡ്രജൻ ആറ്റം ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ്സ് എന്താണ് ഡൈല്യൂട്ട് NaOH ഡൈല്യൂട്ട് എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൽഡോൾസ് തരും. ഓക്കെ. സോ എഥനാൽ പ്ലസ് എഥനാൽ രണ്ടും എന്താണ് ആ രണ്ട് രണ്ടും സെയിം സ്ട്രക്ചർ ആണ്. എഥനാൽ പ്ലസ് എഥനാൽ. അപ്പൊ അതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിയാക്ട് ചെയ്താൽ 3 ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ തരും. 3 ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ആൽഡോൾ ആണ്. അപ്പൊ അതായിരിക്കും നമുക്ക് തരുന്നത് ആൽഡോ ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം NaOH ഇങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്ക് അതിനകത്തിലുണ്ടോ NaOH 278 കെൽവിനിൽ വാട്ടറും പ്രസൻസിൽ കൊടുത്തിട്ടുണ്ട്. ഡൈല്യൂട്ടഡ് NaOH എന്ന് കാണിക്കാനാണ് H2O കൂടെ അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം അതിന്റെ പ്രസൻസിൽ എന്താണ് ഒരു ആൽഡോൾ തരും. 3 ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും. So aldol addition product on heating undergoes dehydration to give an alpha beta unsaturated aldehyde which is a condensation product. അപ്പൊ ഈ ആൽഡോൾ അഡീഷൻ പ്രോഡക്റ്റ് നമുക്കിപ്പം നമുക്ക് കിട്ടിയ ഒരു ആൽഡോൾ ഉണ്ടല്ലോ 3 ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് അപ്പൊ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആൽഡോൾ ആ ഒരു ആൽഡോൾ അഡീഷൻ പ്രോഡക്റ്റ് എന്താണ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും അതിനകത്തിലെ വാട്ടർ കണ്ടന്റ് അങ്ങ് റിമൂവ് ആവും അല്ലെ H2 അങ്ങ് റിമൂവ് ആവും. അങ്ങനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് കിട്ടും. അതെന്താണ് ഒരു കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ആണ്. ഓക്കെ. നമ്മൾ കണ്ടൻസേഷൻ വഴി അതായത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തു നമുക്കൊരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. അതാണ് ട്രാൻസ് ബ്യൂട്ടി 2 ഇനാൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. നമുക്ക് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൽഡോള് നമുക്ക് എന്താണ് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ട്രാൻസ് ബ്യൂട്ടി 2 ഇനാണ് പ്ലസ് വാട്ടർ. കണ്ടോ വാട്ടർ ആണ് ഇവിടുന്ന് റിമൂവ് ചെയ്തെന്ന് കാണിക്കാനാണ് പ്ലസ് വാട്ടർ കാണിച്ചിട്ട്. വേറൊരു റിയാക്ഷൻ ആണ് കെനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഫോർമാൽഡിഹൈഡ് എന്താണ് മെഥനോളും പൊട്ടാസ്യം ഫോർമേറ്റും ആക്കുന്നു. അതേപോലെ തന്നെ ബെൻസാൽഡിഹൈഡ് എന്താണ് ബെൻസീൽ ആൽക്കഹോളും സോഡിയം ബെൻസോയേറ്റുമായിട്ട് മാറ്റുന്നു. പൊട്ടാസ്യം ഫോർമേറ്റ് സോഡിയം ബെൻസോയേറ്റ് അങ്ങനെയുള്ള പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഒന്ന് അരയിൽ കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. സോ ഫോർമാൽഡിഹൈഡ് എന്താണ് കോൺസെൻട്രേറ്റഡ് KOH വെച്ചിട്ട് നമ്മൾ എന്താണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് മെഥനോൾ കിട്ടുന്നു. അതേപോലെ തന്നെ പൊട്ടാസ്യം ഫോർമേറ്റ് കിട്ടുന്നു. ബെൻസാൽഡിഹൈഡ് ചെയ്യുമ്പോൾ എന്താണ് ബെൻസീൽ ആൽക്കഹോളും കിട്ടുന്നു. അതും അവിടെ കോൺസെൻട്രേറ്റഡ് NaOH ആണ് യൂസ് ചെയ്യുന്നത്. ബെൻസൈൽ ആൽക്കഹോളും സോഡിയം ബെൻസോയേറ്റുമാണ് നമുക്ക് അവിടെ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. സോ കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ എ കാർബോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ് COOH ആണ്. അപ്പൊ അങ്ങനെ COH ഗ്രൂപ്പ് ചേർന്ന് വരുന്ന കാർബൺ കോമ്പൗണ്ട്സിനെയാണ് അല്ലെങ്കിൽ കാർബോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ചേർന്ന് വരുന്ന കാർബൺ കോമ്പൗണ്ട്സിനാണ് നമ്മൾ പറയുന്നത്
കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. സോ COH എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ആസിഡിന്റെ ഒരു കോമ്പൗണ്ട്. സോ കാർബോക്സിലിക് ആസിഡ്സ് എന്നാണ് നമ്മൾ അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ പറയുന്നത്. സോ ഈ കാർബോക്സിൽ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് എ കാർബണൈൽ ഗ്രൂപ്പ് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് അതിനെ കാർബോക്സിൽ എന്ന് പറയുന്നത്. സോ കാർബണൈൽ പ്ലസ് ഹൈഡ്രോക്സിൽ, അതാണ് നമ്മൾ കാർബോക്സിൽ എന്ന് പറയുന്നത്. സോ കാർബണൈൽ പ്ലസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബണൈൽ പ്ലസ് ഹൈഡ്രോക്സിൽ ആണ്. കാർബണൈലിന്റെ കാർബോ പ്ലസ് ഹൈഡ്രോക്സിലിന്റെ ലാസ്റ്റത്തെ XY, അങ്ങനെയാണ് കാർബോക്സിൽ നമ്മൾ ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. സോ കാർബോക്സിലിക് ആസിഡ്സ് മേ ബി അലിഫാറ്റിക്, അൽഫാറ്റിക് ആവാം, RCOH ആവാം, അല്ലെങ്കിൽ അറോമാറ്റിക് ആവാം. ഓക്കെ, അൽഫാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നോർമൽ ആർ എന്ന് പറയുന്നതാണ് CH3 CH2 അങ്ങനത്തെ ഒക്കെ എന്താണ് C2H5 അങ്ങനത്തെ എന്താണ് നോർമൽ ആൽക്കെയിൻ ആൽക്കീൻ ഒക്കെ അതാണ് ആർ എന്ന് പറയുന്നത്. അപ്പം അൽഫാറ്റിക് ആവാം അല്ലെങ്കിൽ അറോമാറ്റിക് ആവാം. ബെൻസീനയിൽ COH അങ്ങനെ ARCOH എന്ന് കൊടുത്തിരിക്കും. അങ്ങനെയും ആവാം, ആൽഫാറ്റിക് ആവാം, അറോമാറ്റിക് ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്രൂപ്പ്, ആൽക്കൈൽ ഓർ അറൈൽ ഏതാണെന്നുള്ളത് ഗ്രൂപ്പിന്റെ അനുസരിച്ചിട്ട് അൽഫാറ്റിക് ആവാം, അറോമാറ്റിക് ആവാം. ഏതാണ് കാർബോക്സിലിക് കാർബണിൽ, കാർബോക്സിലിക് കാർബണയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് അനുസരിച്ചിട്ട് അലിഫാറ്റിക് ഓർ അറോമാറ്റിക് ആവാൻ പറ്റും. സോ എന്റെ നെയിം എങ്ങനെയാണ്, കാർബോണിൽ ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടെ ചേർന്നാണ് കാർബോക്സിൽ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു COH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നതാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അതിന്റെ നോമിൻക്ലേച്ചർ എങ്ങനെയാണ്, എഥൈൻ ഡയോ ആസിഡ് അല്ലെങ്കിൽ നമ്മൾ ഓക്സാലിക് ആസിഡ് എന്ന് പറയും. എപ്പോഴും എന്താണ്, ആസിഡ് ചേർന്നായിരിക്കും വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ആൽഡിഹൈഡിന് ലാസ്റ്റിൽ വരുന്ന പോലെ, എസ്റ്ററിന് ലാസ്റ്റിൽ വരുന്ന പോലെ അങ്ങനെ നമുക്ക് നോക്കുമ്പോ എന്താണ്, ഇപ്പം ലാസ്റ്റിൽ എന്താണ് നമുക്ക് കാർബോക്സിലിക് ആസിഡ് എന്ന് അറിയാൻ നമുക്ക് എന്താണ് ലാസ്റ്റിൽ ഇപ്പൊ ഫോമിക് ആസിഡ് അസറ്റിക് ആസിഡ് ഒക്കെ നമ്മൾ നോർമലി കണ്ടതാണ്. അപ്പൊ അതേപോലെ തന്നെ ലാസ്റ്റിൽ എന്താണ് ആസിഡ് ഉണ്ടാവും. ഇപ്പൊ ഓക്സാലിക് ആസിഡ് അതിന്റെ കോമൺ നെയിം ആണ്. എയ്ഥൈൻ ഡയോയിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അത് IUPAC നെയിം ആണ്. അതേപോലെ തന്നെ പ്രൊപ്പൈൻ ഡയോയിക് ആസിഡ് അതിന്റെ IUPAC നെയിം ആണ്. അതിന് നമ്മൾ കോമൺ നെയിം പറയുന്നതാണ് മാലോണിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സക്സീനിക് ആസിഡ് ഉണ്ട്, സക്സീനിക് ആസിഡ് എന്നാണ്. ബ്യൂട്ടൈൻ 1,4 ഡയോയിക് ആസിഡ്. അപ്പൊ ആസിഡ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഓക്സാലിക് ആസിഡ്, മാലോണിക് ആസിഡ്, സക്സീനിക് ആസിഡ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയിംസ് ആണ്. പിന്നെ താലിക് ആസിഡ്, ഐസോതാലിക് ആസിഡ്, ടെറിഫ്താലിക് ആസിഡ്. അപ്പം ഇതും എന്താണ്, സോറി ടെറിഫൈഡ് ടെറിഫ് ടെറിഫ് തൈലാലിക് ആസിഡ്. അപ്പൊ അതെല്ലാം എന്താണ്, അതിന്റെ തന്നെ പല റെസൊണൻസ് ഫോംസ് ആണ് വരുന്നത്. COHന്റെ ഓരോ പൊസിഷനിൽ ഓർത്തോ മെറ്റ ആ പാരാ പൊസിഷൻസ് ഒക്കെ ലാസ്റ്റിലത്തത് O അല്ല, ഓഫ് താലിക് എന്നല്ല, ലൈക് P ആണ് വരുന്നത്, പാരാ പൊസിഷൻ ആണ്. സോ അപ്പൊ അങ്ങനെ എന്താണ് പല റെസൊണൻസ് സ്ട്രക്ചേഴ്സിന് വെച്ചിട്ടും എന്താണ് ആ പേരുകൾക്ക് ഡിഫറൻസ് വരാറുണ്ട്. താലിക് ആസിഡ്, ഐസോതാലിക് ആസിഡ്, അപ്പൊ അങ്ങനെ ടെറിഫ്താലിക് ആസിഡ്. അപ്പൊ അങ്ങനെ എന്താണ് ആ TY ഇല്ല, ടെറിഫ്താലിക് ആസിഡ് എന്നാണ്. അപ്പൊ അങ്ങനെ എന്താണ് പല റെസൊണൻസ് സ്ട്രക്ചേഴ്സിന് പല നെയിംസ് വരാറുണ്ട്. സോ IUPAC നെയിംസ് എപ്പോഴും എങ്ങനെയാണ്, കറസ്പോണ്ടിങ് ആൽക്കൈൻ ഏതാണോ അതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ആ ഒരു ലെറ്റർ LI എന്താണ്, ആൽക്കൈന്റെ LI OIC ആയിട്ട് നമ്മൾ എന്താണ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ OIC ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സഫിക്സ് ആയിട്ട് എന്താണ് ആ ഒരു ആസിഡ് ഒന്നും കൂടെ ചേർക്കും. ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതേൻ ഡയോയിക് ആസിഡ് അല്ലെ. ഇപ്പൊ നമ്മൾ അതിനകത്ത് എന്താണ് ആ ഒരു LI എന്നുള്ള നെയിം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ വെച്ചിട്ട് ഇതേൻ ഡയോയിക് ആസിഡ് എന്നാക്കി OIC നമ്മൾ അവിടെ ആഡ് ചെയ്തു ലാസ്റ്റിലായിട്ട്. അപ്പൊ അങ്ങനെ എന്നിട്ട് നമ്മൾ ആസിഡ് ഒന്നും കൂടെ ചേർക്കുന്നു. അപ്പൊ മോണോകാർബോക്സിലിക് ആസിഡ്സിനെ നമ്മൾ എന്താണ് ആൽക്കനോയിക് ആസിഡ്സ് എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റും. ഒറ്റ കാർബൺ ഉള്ള മോണോകാർബോക്സിലിക് ആസിഡ്സിനെ നമുക്ക് എന്താണ് ജനറൽ ആയിട്ട് നമുക്ക് എന്താണ് ആൽക്കനോയിക് ആസിഡ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതിന്റെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ വേണം. ആൽക്കീനിന്ന് നമുക്ക് ആൽക്കീനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. സോ KMnO4OH 2H3O കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു ആൽക്കീൻ നമുക്ക് തന്നിട്ടുണ്ട്, RCH CHR ഡാഷ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണ് RCOH പ്ലസ് R-COH രണ്ടും എന്താണ് ഡിഫറെന്റ് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. അതുപോലെ തന്നെ ആൽക്കഹോൾസും ആൽഡിഹൈഡ്സും ഓക്സിഡൈസ് ചെയ്യാനും പറ്റും. CH2OH ആൽക്കഹോളും അതേപോലെ തന്നെ എന്താണ് പ്ലസ് ആൽക്കൈൻ KMnO4 H3O ചേർത്ത് RCOH നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ് ആൽഡിഹൈഡ് ആണ്, ഡെക്കനോൾ 1 ഡെക്കനോൾ തന്നിട്ടുണ്ട്. ഡെക്കൻ എന്ന് പറയുമ്പോൾ എന്താണ് 10 കാർബൺ പേര്. അപ്പം 1 ഡെക്കനോളിനെ നമ്മൾ എന്താണ് ജോൺസ് റിയേജന്റ് എന്ന് പറയും. CrO3H2SO4 അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ജോൺസ് റിയേജന്റ് എന്ന് പറയും. അത് നമുക്ക് എന്തായിരിക്കും തരുന്നത് ഡെക്കനോയിക് ആസിഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് വരുന്ന ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒന്നുകൂടെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കണം. പിന്നെ ആൽക്കൈൽ ബെൻസീൻസിന്റെ ഓക്സിഡേഷൻ ആണ്. അപ്പൊ മീഥൈൽ ബെൻസീനെ നമുക്ക് എന്താണ് KMnO4OHും ടെമ്പറേച്ചറും കൊടുത്തിട്ട് H3Oന്റെ പ്രസൻസിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെൻസോയിക് ആസിഡ് നമുക്ക് ഫോം ചെയ്യിക്കാനായിട്ട്. മീഥൈൽ ബെൻസീൻ നമുക്ക് എന്താക്കി മാറ്റാം
ബെൻസോയിക് ആസിഡ്, CH3 എന്നുള്ള മീഥൈൽ മാച്ചിട്ട് അവിടെ നിന്നാണ് COH വരും. ബെൻസോയിക് ആസിഡ് ഫോം ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഗ്രിഗ്നാർഡ് റിയേജന്റ് അതിന് മുന്നത്തെ സെക്ഷനകത്തില്ല നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ RMGX ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്താണ് RMGX COO, ഓക്കെ, അത് ഡ്രൈ ഈഥറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് COH നമുക്ക് ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ നൈട്രൈലുകളും സൈനോഹൈഡ്രനും അത് നമ്മൾ ഓൾറെഡി റിയാക്ഷനകത്തിൽ പറഞ്ഞായിരുന്നു അല്ലെ. നൈട്രൈലും സൈനോഹൈഡ്രൻസും ഒക്കെ നമ്മൾ ഇവിടെ ആൽഡോൾസിനകത്തിലും അതിന്റെ ലൈക്ക് ആൽഡിഹൈഡ്സിനകത്തിലൊക്കെ നമ്മൾ പറഞ്ഞാണ് സൈനോഹൈഡ്രൻസ് ഒക്കെ എന്താണെന്നുള്ളത്. സോ അതിന്റെ ഹൈഡ്രോളിസിസ് എന്താണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് RH2COH എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡും ഒരു നൈട്രൈലും കൂടി ചെന്നിട്ട് ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഈഥെയിനും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ആൽക്കീനും ഫോം ചെയ്യും, അതേപോലെ തന്നെ ഒരു കാർബോക്സിലിക് ആസിഡും ഫോം ചെയ്യും. അതുപോലെ തന്നെ 1,2 ഡൈബ്രോമോ ഈഥെയിൻ, അത് ബ്യൂട്ടൈൻ ഡൈനൈട്രൈൽ ആവും. ഇടയ്ക്കത്തെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ആണ് ബ്യൂട്ടൈൻ ഡൈനൈട്രൈൽ. അത് ലാസ്റ്റ് എന്താവും ബ്യൂട്ടൈൻ ഡയോയിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ഇനി അതിന്റെ സ്ട്രക്ചറും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പൊ അത് നമ്മൾ പ്രിപ്പറേഷൻ എങ്ങനെയാണ് 5 സ്റ്റെപ്പുകൾ പഠിച്ചു. പ്രിപ്പറേഷൻ ഒന്ന് ഓക്സിഡേഷൻ ചെയ്യാൻ പറ്റും. ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ ചെയ്യാം, ആൽക്കഹോളും ആൽഡിഹൈഡും ചെയ്യാം, ആൽക്കിൽ ബെൻസീൻ ഓക്സിഡേഷൻ ചെയ്യാം. പിന്നെന്താണ് ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കാർബണേഷൻ ചെയ്യാം, CO, അതാണ് കാർബണേഷൻ ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രോളിസിസ് ചെയ്യാം, നൈട്രൈലുകളെയും സൈനോഹൈഡ്രൻസിനെയും ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, നമുക്ക് കാർബോക്സിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പം ഈ ആൽഡിഹൈഡും കീറ്റോൺസും പോലെ തന്നെ കാർബോക്സിൽ കാർബണാറ്റും എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. നമ്മൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനകത്തിൽ സ്ട്രക്ചറിനകത്തിൽ പറഞ്ഞായിരുന്നല്ലോ, അവിടുത്തെ കാർബൺ എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതേപോലെ ഇവിടെ എന്താണ് കാർബോക്സിലിക് ആസിഡ്സിലെ കാർബണും എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. 120 ഡിഗ്രിയാണ് അവിടുത്തെ ബോണ്ട് ആംഗിൾ വരുന്നത്. പിന്നെ സോലിബിലിറ്റി എന്താണ്, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് അതിൽ ചേർന്നിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് CH3COH അല്ലെ, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്താണ് CH3CH2COH അങ്ങനെ എഴുതാമല്ലോ. അപ്പൊ അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് സോലിബിലിറ്റി ഓഫ് ദ ആസിഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അതിന്റെ പൊളാരിറ്റി റെഡ്യൂസ് ചെയ്യും. അതായത് ഏറ്റവും മിനിമം ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ് നല്ലപോലെ അത് സോലിബിൾ ആയിരിക്കും. മറ്റൊരെന്താണ് സൈസ് കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി എന്തായിരിക്കും, കുറഞ്ഞു വരുമായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊളാരിറ്റി എന്തായിരിക്കും, റെഡ്യൂസ് ചെയ്യും. Boiling point, so due to intramolecular hydrogen bonding, dimerization of acid takes place and boiling point of carboxylic acid is higher than expected. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ഇത് ഇത്രയും ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാന്നുള്ള ഒരു കണക്കിൽ നമ്മളൊരു ബോയിലിംഗ് പോയിന്റ് പറയുന്നതിനേക്കാളും കൂടുതൽ എന്താണ് അവർക്ക് തമ്മിൽ ഇൻട്രാമോളിക്കുലർ, അതിന്റെ ഇടയ്ക്ക് മോളിക്യൂൾസ് തമ്മിൽ എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. സോ അത് കാരണം എന്താണ് ഈ ഡൈമറൈസേഷൻ നടക്കും, ആസിഡിന്റെ ഡൈമറൈസേഷൻ നടക്കും. അത് കാരണം എന്താണ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. സോ അതാണ് ഡൈമർ ഫോം ചെയ്യാന്ന് പറയുന്നത്. ഡൈമറൈസേഷൻ, ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഡൈമർ ഫോം ചെയ്യുന്നു, ഒരു ഹൈഡ്രജൻ ബോണ്ട് ഇടയ്ക്ക് വന്നിട്ട് അത് രണ്ടെണ്ണം ഒരുമിച്ചിരിക്കുന്നു. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരുമിച്ച് ചേർന്ന് വരുന്നു. അങ്ങനെ ഡൈമറൈസേഷൻ നടക്കുന്നതുകൊണ്ട് എന്താണ് ആ ബോണ്ടും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി വേണം, അത്രയും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ് ഡു നോട്ട് ഷോ എ റെഗുലർ പാറ്റേൺ. ഇപ്പൊ അലിഫാറ്റിക്, നമ്മൾ അരോമാറ്റിക്കും അലിഫാറ്റിക്കും ഉണ്ടല്ലോ, അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ് കൃത്യമായിട്ടൊരു പാറ്റേൺ കാണിക്കുന്നില്ല. അതായത് മൊത്തം എല്ലാ നമ്മളിപ്പം കാർബോക്സിലിക് ആസിഡ് എടുത്താൽ എല്ലാത്തിനും നമുക്ക് ഒരേപോലെ പറയാൻ പറ്റത്തില്ല, അതാണ് റെഗുലർ പാറ്റേൺ കാണിക്കുന്നില്ല എന്നുള്ളത്. ആദ്യത്തെ 10 മെമ്പേഴ്സ് എന്താണ് ഒരു ഓൾട്ടറേഷൻ എഫക്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഓൾട്ടറേഷൻ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചേഞ്ച് ചെയ്യുന്ന ഒരു എഫക്ട്. അപ്പം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ആസിഡ് എന്ന് പറയുന്നത് ആസിഡ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് ഹയർ ദാൻ ദ നെക്സ്റ്റ് ലോവർ ആൻഡ് നെക്സ്റ്റ് ഹയർ ഹോമോലോഗ്സ് കണ്ടെയ്നിങ് ഓൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതായത് ആദ്യത്തെ 10 മെമ്പേഴ്സിലെ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇപ്പൊ 2 എണ്ണം 4 എണ്ണം 6 എണ്ണം അങ്ങനെ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന് താഴെയുള്ള അതേപോലെ അതിന് മുകളിലുള്ള ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന ആൾക്കാരെക്കാട്ടും എന്താ, ഇപ്പം 2 കാർബൺ ആറ്റം ആണ്, ഇതിന്റെ താഴെ ഒരു കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് ഉണ്ടല്ലോ, അതിന് മുകളിൽ 3 കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് ഉണ്ടല്ലോ, അവരുടെ രണ്ടിനേക്കാളിലും എന്താണ് അവരുടെ 2 മെൽറ്റിംഗ് പോയിന്റിനെക്കാളും കൂടുതലായിരിക്കും ഈ ഇടയ്ക്കുള്ള ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓൾട്ടറേഷൻ എഫക്റ്റ് അതിനകത്ത് കാണിക്കാറുണ്ട്. അപ്പൊ അവർ എന്താണ് ഒരു റെഗുലർ പാറ്റേൺ മെൽറ്റിംഗ് പോയിന്റിൽ തരുന്നില്ല. ഇനി കാർബോക്സിലിക് ആസിഡ്സിന്റെ ആസിഡിറ്റി എങ്ങനെയാണ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവർ ആസിഡിക് നേച്ചർ ആണ്. അവർ വാട്ടറിൽ എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും അക്കോർഡിംഗ് ടു ഫോളോയിങ് ഇക്വിലിബ്രിയം ടു എ ഗിവൺ പ്രോട്ടോൺ ആൻഡ് കാർബോക്സിലേറ്റ് അയോൺ. ഒരു കാർബോക്സിലേറ്റ് അയോണും അതേപോലെ എന്താണ് ഒരു പ്രോട്ടോണും തമ്മിലുള്ള ആ ഒരു ഡിസോസിയേഷൻ വെച്ചിട്ട് എന്താണ് അവരൊരു ഇക്വിലിബ്രിയം അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് റിവേഴ്സ് ആരോ ഇട്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഇട്ടിട്ടുണ്ട്. റിവേഴ്സ് ആരോ ഇട്ടിരിക്കുന്നത് എന്താണ് അവരൊരു ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കാർബോക്സിലിക് ആസിഡും കാർബോക്സിലേറ്റ് അയോണും തമ്മിൽ.
ഇനി ഇവിടെ റിയാക്ഷൻസ് ആണ്, കാർബോക്സിലിക് ആസിഡ്സിന്റെ റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് എന്താണ്? സോൾട്ട് ഫോർമേഷൻ ആണ്. ഇപ്പൊ എഥനോയിക് ആസിഡിൽ നിന്ന് എന്താണ് NaOH റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം എഥനോയേറ്റ് എന്ന് പറയുന്ന സോൾട്ട് അവിടെ അവർ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? കാർബോക്സിലിക് ആസിഡ്സിന്റെ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ ഓക്സിജനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫീനൈൽ എഥനോയിക് ആസിഡിൽ നിന്ന് എന്താണ് 2-ഫീനൈൽ ഇഥനോൾ ആയിട്ട് മാറും. അപ്പൊ ഓക്സിജൻ എന്താണ് അവിടെ റിമൂവ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അവർ എന്തായിട്ട് മാറുന്നത്? 2-ഫീനൈൽ ഇഥനോൾ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ എന്നാണ് പേരൊന്നും കൂടെ ശ്രദ്ധിക്കുക. ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. അപ്പൊ അതും നെയിംഡ് റിയാക്ഷൻ വരുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ എല്ലാ ചാപ്റ്ററിലും പറയാറുണ്ട്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ബ്യൂട്ടനോയിക് ആസിഡിന്റെ 4 കാർബൺ ഉണ്ട്. ബ്യൂട്ടനോയിക് ആസിഡ് അതിനെന്താണ് ബ്രോമിൻ ഉണ്ട്, ബ്രോമിൻ ഫോസ്ഫേറ്റ് BRP എന്ന് പറയുന്നിരിക്കുന്നത്. അപ്പൊ അതും HO2 നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 2-ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ആസിഡ് ഡെറിവേറ്റീവ്സിന്റെ സിന്തസിസ്. ആസിഡ് ഡെറിവേറ്റീവ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത്. ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആസിഡും വേറെ എന്തെങ്കിലും കൂടെ ചേർന്ന് വരുന്നതാണ്. ആസിഡ് ക്ലോറൈഡ് ആണ് ഫസ്റ്റ്. കാർബോക്സിലിക് ആസിഡും തയോണൈൽ ക്ലോറൈഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു ആസിഡ് ക്ലോറൈഡ് നമുക്കൊരു ഫോം ചെയ്യും. Cl അതുമായിട്ട് ചേർന്ന് വരും. COH ചേർന്നിട്ട് എന്താണ് Cl വരണം. അങ്ങനെയാണ് ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസിഡ് അൻഹൈഡ്രേറ്റ്സ്. അൻഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് അൻഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. വാട്ടർ ഇല്ലാത്ത കാർബോക്സിലിക് ആസിഡ് നിന്ന് നമ്മൾ എന്താണ് H2O റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഒരു ആസിഡ് അൻഹൈഡ്രേറ്റ് കിട്ടും. അതുപോലെ തന്നെ എസ്റ്ററിന്റെ ഫോർമേഷൻ. കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു എസ്റ്റർ നമുക്ക് ഫോം ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ് അമൈഡുകൾ ഫോം ചെയ്യിപ്പിക്കാം. കാർബോക്സിലിക് ആസിഡും NH3 അമോണിയൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമൈഡ് ഫോം ചെയ്യാം. അമോണിയം കാർബോക്സിലേറ്റും ഒരു അമൈഡും ആയിരിക്കും നമുക്ക് അവിടെ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടും. അമോണിയം കാർബോക്സിലേറ്റ് ആണ് ഇതിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു അമൈഡ് ആണ് നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ അവിടെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. കാർബോക്സിലിക് ആസിഡ്സ്, കീറ്റോൺസ്, ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. താങ്ക് യു.